ഹായ്, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ? വാ. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള അരി കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 4 കപ്പ്. അടുത്ത നമ്മളെല്ലാം തയ്യാറാക്കി വെക്കാം. ആദ്യമേ ചിക്കൻ വൃത്തിയായി കഴുകി കുരുമുളക് പൊടിയും ഉപ്പും പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇതെല്ലാം നന്നായി വാഷ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്ത് വെക്കുക. ചിക്കൻ കറി വെക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ പീസസ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കുക. ഒരുപാട് വേണ്ട. ഫ്രൈ ആക്കി എടുത്തിട്ട് അത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് സെയിം എണ്ണയിൽ തന്നെ നമ്മൾ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ സവാള, ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, പച്ചമുളക്, തക്കാളി അരിഞ്ഞത് ഇത് ഇത്രയും നന്നായി വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ശകലം മതി. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഈ പൊടികളെല്ലാം ഒന്നും കൂടി ഇതിനകത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഈ അരപ്പും വെള്ളവും ഈ ഉള്ളി എല്ലാം കൂടെ കിടന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് റോസ്റ്റ് പോലെ മതിയെങ്കിൽ വെള്ളം കുറച്ചെടുത്താൽ മതി. അതല്ല കുറച്ച് ചാറ് വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മതി. തീ കുറച്ച് വെച്ച് വേവിച്ച് എണ്ണ നന്നായി തെളിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വാങ്ങുക. ഇതിനിടയിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. കാരണം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് നമ്മൾ ഈ അരപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ. നമുക്കിനി റൈസ് ഉണ്ടാക്കാം. റൈസ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെയാണ് ചേർക്കുന്നത്. ഇത് രണ്ടും ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ജാതിപത്രി, കുറച്ച് കുരുമുളക് ഇത്രയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അത് പൊട്ടി വന്ന് ഒരു മണം വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഈ അരിയിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് ഒത്തിരി ഡ്രൈ ആവണ്ട. ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ്, ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. കുക്കർ മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. വെയിറ്റ് ഇടണ്ട. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ എയർ വന്ന് തുടങ്ങും. നന്നായിട്ട് എയർ വരാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളതിൽ വെയിറ്റ് ഇടുക. വെയിറ്റ് ഇട്ടതിന് ശേഷം സിമ്മിലാക്കി ഒരു 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്ത് നമ്മൾ അനക്കാതെ മാറ്റി വെച്ചിരുന്നാൽ മതി. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോൾ നമ്മളതെടുത്ത് തുറന്നതിന് ശേഷം അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും, മല്ലിയില, പുതിനയില അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുക്കർ അടച്ച് മാറ്റി വെക്കുക. അടുപ്പിൽ വെക്കണ്ട. ഇതിലേക്ക് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടിയോ ചെറി ഫ്രൂട്ട് അരിഞ്ഞത്, പൈനാപ്പിൾ കട്ട് ചെയ്തത് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇതിനൊരു സാലഡ് കൂടെ ഉണ്ടാക്കാമേ. അതിനായിട്ട് 1 കഷ്ണം ക്യാപ്സിക്കം, 2 സവാള, 1 തക്കാളിപ്പഴം, 1 കുക്കുംബർ ഇത്രയും എടുത്തിട്ട് 1 പച്ചമുളക്, ശകല മല്ലിയില ഇത്രയും കൂടെ എടുത്ത് ഒന്ന് അരിഞ്ഞതിന് ശേഷം നല്ല പുളിയില്ലാത്ത കട്ട തൈര് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തത് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതിനെ സാലഡായിട്ട് എടുക്കാം. നമ്മൾ ശരിക്കും അരിയുടെയും അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചില എരിവ് വേണം, എരിവ് വേണ്ട, അങ്ങനെയൊക്കെ ഉള്ളതില്ലേ. അപ്പം നമുക്കതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം മാത്രം എടുത്താൽ മതി. ഇതിന് വലിയ പാചകമൊന്നും അറിയണ്ട. പാചകം അറിയാത്തവർക്കും എത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണിത്. എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കി കഴിച്ചിട്ട് എന്നോട് പറയണേ.